വെൽക്കം സ്റ്റുഡൻസ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്ന ചാപ്റ്ററാണ്. സ്റ്റാൻഡേർഡ് 9 ചാപ്റ്റർ 3 ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇപ്പോൾ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നുവെങ്കിലും ലോകത്തിലെ നമ്മുടെ ഭൂരിഭാഗം ഭരണഘടനകളും എല്ലാ അവകാശങ്ങളും ഉറപ്പു നൽകുന്നതാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയും ചില അവകാശങ്ങൾ പ്രദാനം ചെയ്യുന്നു. ഇത് മൗലിക അവകാശങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ എന്നിവയെക്കുറിച്ചിട്ടാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ നമുക്കവിടെ പ്രിയാമ്പിൾ ഒന്ന് വായിക്കാനുണ്ട്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. We, the people of India, having the solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic, and to ensure to all its citizens justice, social, economic, and political liberty of thought, expression, belief, faith, and worship, equality of status and opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of nation. In our government assembly this 26th day of November 1949 do hereby adopt, enact and give to ourselves this constitution. അപ്പോൾ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖമാണ്, പ്രിയാമ്പിൾ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇപ്പോൾ വായിച്ചത്. മലയാളത്തിൽ പറയാം, ഭാരതത്തിൻ്റെ ഭരണഘടന ആമുഖം. ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര, സ്ഥിതി സമത്വ, മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കും ഉള്ള മതസ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കുവാനും അവർക്കെല്ലാമിടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കയാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഈ 1949 നവംബർ 26 ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആണിപ്പോൾ നമ്മൾ വായിച്ചത്. ആമുഖത്തിൽ ഇന്ത്യ ഒരു പരമാധികാര, സ്ഥിതി സമത്വം, മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആയിരിക്കണമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതോടൊപ്പം ചില സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക ലക്ഷ്യങ്ങൾ ഉറപ്പുവരുത്തുമെന്ന് പ്രസ്താവിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി അവ എന്തെല്ലാമാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ എഴുതണം. ഇറ്റ് ഓൾസോ എൻഷുവേഴ്സ് certain social and political objectives, which are they? First one, socio economic and political justice ആണ് എഴുതേണ്ടത്. അത് അവിടെ തന്നെയാണ്, പ്രിയാമ്പിൾ തന്നെയാണ്. രണ്ടാമത് ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. Then equality of status and opportunity and to promote among them all, then fraternity. ഇത്രയും പോയിന്റ്സ് നമ്മളവിടെ എഴുതണം. Provisions for achieving these objectives mentioned in the preamble are included in our constitution. Important among them are given below. ഇനി ഈ പറഞ്ഞ ആമുഖത്തിൽ വിഭാവനം ചെയ്ത ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ നമ്മളുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്, ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അവ എന്തൊക്കെയാണ്? നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് മൗലിക അവകാശങ്ങൾ, പിന്നീട് നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ. ദെൻ ഫസ്റ്റ് ഓഫ് ഓൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഫണ്ടമെൻ്റൽ rights which are integral part of a democratic system are ensured by India. Most important among them are included in part 3 of our constitution as fundamental rights. നമ്മുടെ ഭരണഘടനയുടെ പാർട്ട് 3യിൽ കൊടുത്തിരിക്കുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് നമുക്കിനി പഠിക്കാനുള്ളത്. വൈ ആർ സർട്ടൈൻ റൈറ്റ്സ് നോൺ ആസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? എന്തുകൊണ്ടാണ് ചില അവകാശങ്ങളെ നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് വിളിക്കുന്നതെന്നും കൂടി ഇവിടെ ചോദിച്ചിരിക്കുന്നു. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ദോസ് റൈറ്റ്സ് വിച്ച് കനോട്ട് ബി ഡിനൈഡ് ടു എ പേഴ്സൺ അറ്റ് എനി കോസ്റ്റ്. അതായത് ആരാലും നിഷേധിക്കപ്പെടാൻ സാധിക്കാത്ത ചില അവകാശങ്ങൾ, അതായത് വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. അവ വ്യക്തിയുടെ സമ്പൂർണ്ണ വികാസത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. They are inevitable for the holistic development of an individual. They are very essential for leading a dignified life. So the fundamental rights and their protection are very important in a democratic
സൊസൈറ്റി. അപ്പം ഒരു വ്യക്തിയുടെ ഒരു അന്തസ്സുള്ള ജീവിതത്തിന് ഇത് ഒഴിച്ചുകൂടാനാവാത്തത് കൊണ്ട് തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സും അവയുടെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റിയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഡിഡ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എൻജോയ് റൈറ്റ്സ് ആൻഡ് ലിബർട്ടി ഡ്യൂറിങ് ബ്രിട്ടീഷ് ഭരണകാലത്ത് നമുക്ക് ഇതുപോലെ ഉള്ള റൈറ്റ്സും ഒക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. ബ്രിട്ടീഷ് ഭരണകാലത്ത് പല അവകാശങ്ങളും നിഷേധിക്കപ്പെടുന്നതായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം പൗരന്മാർക്ക് അവകാശങ്ങൾ അനുവദിക്കണമെന്ന ആവശ്യം നിരന്തരം ഉന്നയിച്ചിരുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് 1928 നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പു നൽകേണ്ട അവകാശങ്ങളുടെ പട്ടിക സമർപ്പിക്കുകയുണ്ടായി. അങ്ങനെ സ്വാതന്ത്ര്യ സമരം ലക്ഷ്യം വെച്ചതും നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് നിർദ്ദേശിച്ചതുമായ അവകാശങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാതാക്കൾ മൗലിക അവകാശങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. അക്കോർഡിംഗ് ടു ദി നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്, the framers of the Constitution prepared the fundamental rights based on the rights aimed by the struggle of independence and recommended by Nehru Committee report. The Bill of Rights in the American Constitution also influenced the formulation of our fundamentals. അപ്പോൾ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഫ്രെയിം ഉണ്ടല്ലോ, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന ആ രീതി, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ നമ്മുടെ ഭരണഘടനയെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിൽ നിന്നും നമ്മൾ കടമെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ദെൻ ഒബ്സർവ് ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് ഷോൺ ഇൻ ദി ഫിഗർ. അപ്പം ഒരു ഫിഗർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കാണിക്കുന്ന ഒരു വീൽ ചാർട്ട് പോലെയാണ്. അതിൽ എന്തൊക്കെയാണ്? ഫസ്റ്റ് എന്ന് പറയുന്നത് റൈറ്റ് ടു ഇക്വാലിറ്റി, അതായത് സമത്വത്തിനുള്ള അവകാശം. റൈറ്റ് ടു ഫ്രീഡം, എന്താണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, അതായത് നമുക്ക് ഏത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഏത് മതത്തിൽ നമുക്ക് വിശ്വസിക്കാനുള്ള അവകാശം. പിന്നീട് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം എന്ന് വെച്ചാൽ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് വെച്ചാൽ ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. 6 മൗലിക അവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന പ്രദാനം ചെയ്യുന്നത്. ഇനി നമുക്കത് ഓരോന്നും പ്രത്യേകം പഠിക്കേണ്ടതുണ്ട്. അപ്പം ഫസ്റ്റ് വൺ നമുക്ക് പഠിക്കാനുള്ളത് റൈറ്റ് ടു ഇക്വാലിറ്റിയാണ്, സമത്വത്തിനുള്ള അവകാശം. അത് പഠിക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ഈ സമത്വം നിഷേധിക്കപ്പെട്ട ഒരു അവസരത്തെക്കുറിച്ചിട്ടൊരു കുറിപ്പ് അവിടെ പറയുന്നുണ്ട്. അതായത് ഡൽഹിയിലെ ഉത്തരേന്ത്യൻ ഗ്രാമമായ മധ്യമപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ദലിത് വിഭാഗങ്ങൾ മുന്നോക്ക ജാതിയിൽപ്പെട്ടവരുടെ താമസ സ്ഥലത്ത് പ്രവേശിക്കുന്നതിന് തടയാനായി നിർമ്മിച്ച മതിൽ പൊളിക്കണമെന്ന് വിവിധ മനുഷ്യാവകാശ സംഘടനകൾ ഗവൺമെൻറ്റിന് ആവശ്യപ്പെട്ടു. പിന്നീട് മധ്യമപുരത്തെ വിവേചനങ്ങൾ ജാതിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. സ്ത്രീകൾക്ക് തെരുവുകളിലും ഹോട്ടലുകളിലും പ്രവേശനം നിഷേധിക്കുന്നതും മറ്റു പ്രദേശത്തുള്ളവരെ നാട്ടിൽ പ്രവേശിക്കാത്തതും ഒക്കെ നേരത്തെ തന്നെ വാർത്തയായിട്ട് ഉണ്ട് എന്നുള്ളൊരു പത്രക്കെട്ടാണ് കുറിപ്പാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഹ്യൂമൻ റൈറ്റ്സ് അസോസിയേഷൻ ഫോർ ഡിമോളിഷിംഗ് ദ കാസ്റ്റ് ഫോർട്ട് ഇൻ മധ്യമപുരം വില്ലേജ് എന്ന് പറയുന്ന ഹെഡിങ് ഉള്ളൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസ്ക്രിമിനേഷൻ മെൻഷൻഡ് ഇൻ ദ ന്യൂസ് ഗീവൺ അബവ്. അപ്പം ഈ വാർത്തയിൽ കൊടുത്തിരിക്കുന്ന വിവേചനങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ ദി കാസ്റ്റ്, ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം. അടുത്തത് ജെൻഡർ ഇക്വാലിറ്റി, അതായത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം കാണിക്കുന്ന ഒരു ജെൻഡർ ഇൻഇക്വാലിറ്റി. ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ ദി പ്ലേസ് ഓഫ് ബർത്ത്, അതായത് ജനനസ്ഥലത്തെ ചൊല്ലിയുള്ള വിവേചനം. അത്രയും കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവർ സൊസൈറ്റി ഈസ് വൺ വിച്ച് is having various inequalities and discriminations of different types. Right to equality stands for abolishing all these types of social inequalities and ensure ഇക്വാലിറ്റി. അപ്പം നമ്മളുടെ സമൂഹത്തിൽ ഒരുപാട് അസമത്വങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള സാമൂഹിക അസമത്വങ്ങൾ അവസാനിപ്പിക്കുന്നതിനും സമത്വം ഉറപ്പുവരുത്തുവാനും വേണ്ടിയിട്ടാണ് സമത്വത്തിനുള്ള അവകാശം നിലകൊള്ളുന്നത്. അപ്പോൾ സമത്വത്തിനുള്ള അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, എൻഷുവർ ഇക്വാലിറ്റി ബിഫോർ ലോ, അതായത് നിയമത്തിന് മുൻപിൽ സമത്വം ഉറപ്പുവരുത്തുക. പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദി ബേസിസ് ഓഫ് കാസ്റ്റ്, റിലീജിയൻ, റേസ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് എക്സെട്ര, അതായത് ജാതി, മതം, വർഗം, ലിംഗം, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കുക. പിന്നീട് എൻഷുവർ ദി ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെൻറ്റ്സ്, അതായത് പൊതുനിയമനങ്ങളിൽ, പൊതുനിയമനം എന്ന് വെച്ചാൽ നമ്മൾ ഗവൺമെൻറ് ജോലിയിലൊക്കെ പൊതുനിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കുക. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ എന്ന് വെച്ചാൽ അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, അബോളിഷൻ ഓഫ്
ടൈറ്റിൽസ്. അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് എന്ന് വെച്ചാൽ സ്ഥാനപ്പേരുകൾ നിർത്തലാക്കുക. സ്ഥാനപ്പേരുകൾ നിർത്തലാക്കുന്നതിനൊരു ടെക്സ്റ്റിലൊരു ഇത് കൊടുത്തിട്ടുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ഇന്ത്യക്കാരായ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനപ്പേരും പദവിയും ഒക്കെ കൊടുത്തിരുന്നു. സാമ്രാജ്യത്വ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇത്തരം പദവികൾ ദുരുപയോഗം ചെയ്യുന്നതിനെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം അന്ന് എതിർത്തിരുന്നു. ഇത്തരം സ്ഥാനപ്പേരുകൾ അസമത്വത്തിന് കാരണമാകുന്നതിനാൽ ഇന്ത്യൻ ഭരണഘടന സ്ഥാനപ്പേരുകൾ നിർത്തലാക്കിയിട്ടുണ്ടായിരുന്നു. ദെൻ സമത്വത്തിനുള്ള അവകാശം, അതാണ് ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു റൈറ്റ് ടു ഇക്വാലിറ്റി. നെക്സ്റ്റ് വൺ ഈസ് റൈറ്റ് ടു ഫ്രീഡം. ഫസ്റ്റ് വൺ ഈസ് റൈറ്റ് ടു ഇക്വാലിറ്റി, സെക്കൻഡ് വൺ ഈസ് റൈറ്റ് ടു ഫ്രീഡം. ഫ്രീഡം എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കർ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൻ്റെ ഒരു ചിത്രമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടത് പിക്ചർ ഓഫ് ദി ഡോക്ടർ അംബേദ്കർ, ദ ആർക്കിടെക്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, അഡ്രസ്സിംഗ് ദ പബ്ലിക് ആൻഡ് പീസ്ഫുൾ ഗ്യാതറിംഗ് ടു ലിസൺ ദ സ്പീച്ച് ഈസ് ഗിവൺ. ഹു ഈസ് ദ ആർക്കിടെക്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? ഡോക്ടർ BR അംബേദ്കർ. അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ദീസ് ടു ആർ റിലേറ്റഡ് ടു സർട്ടൻ ഫ്രീഡംസ് ഗ്രാൻറ്റഡ് ബൈ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻസ്. വിച്ച് ആർ ദേ? ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, ഫ്രീഡം ടു അസംബിൾ പീസ്ഫുള്ളി വിത്തൗട്ട് ആംസ്. അതായത് അവിടെ സർ അംബേദ്കർ പ്രസംഗിക്കുന്ന ഒരു ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. ഇവ രണ്ടും ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ആണ്. അതെന്തെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് സംസാരത്തിനും ആശയ പ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം. പിന്നീട് ആയുധങ്ങൾ കൂടാതെ കുറേ ആൾക്കാർ പ്രസംഗം കേൾക്കാൻ നിൽക്കുന്നില്ലേ, അതായത് ആയുധങ്ങൾ കൂടാതെ സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇത് കൂടാതെ മറ്റെന്തൊക്കെ ഫ്രീഡമാണ് നമുക്ക് ഉള്ളത്, എന്തൊക്കെ സ്വാതന്ത്ര്യമാണ് നമുക്ക് ഉള്ളതെന്ന് താഴെ പറഞ്ഞിരിക്കുന്നു. ബിസൈഡ്സ് ദ ടു റൈറ്റ്സ് ഓഫ് ദ ഫോളോയിങ് റൈറ്റ്സ് ആർ ഓൾസോ ഇൻക്ലൂഡിങ് ഇൻ ദ റൈറ്റ് ടു ഫ്രീഡം. അതായത് ഫ്രീഡം ടു ഫോം അസോസിയേഷൻ, ഫ്രീഡം ടു ട്രാവൽ എനിവെയർ ഇൻ ഇന്ത്യ, ഫ്രീഡം ടു റിസൈഡ് എനിവെയർ ഇൻ ഇന്ത്യ, ഫ്രീഡം ടു ക്യാരി ആൻ എനി occupation, trade or business, right to life and personal liberty, right to freedom and compulsory education to children in the age of 6 to 14 years, protection from arbitrary arrest and detention. മറ്റെന്തൊക്കെ സ്വാതന്ത്ര്യമാണ്? സംസാരത്തിനും പിന്നീട് ആയുധങ്ങൾ കൂടാതെ സമാധാനപരമായി സമ്മേളിക്കുന്നതിനുള്ള അവകാശം കൂടാതെ മറ്റെന്തൊക്കെയാണ്? സംഘടനകൾ രൂപീകരിക്കുന്നതിന്, ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള അവകാശം, ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം, ഏത് തൊഴിലിനും വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യം, പിന്നീട് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള സംരക്ഷണം വേണം. പിന്നീട് 6 മുതൽ 14 വരെ വയസ്സുള്ള എല്ലാവർക്കും നിർബന്ധിതവും പിന്നീട് സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. അതുപോലെ തന്നെ പിന്നെ കൊടുത്തിരിക്കുന്നത് അന്യായമായ ഒരു അറസ്റ്റിനും തടങ്കലിനും എതിരായിട്ടുള്ള സംരക്ഷണം ആവശ്യമുണ്ട്. അന്യായമായിട്ട് ആരെയും അറസ്റ്റിടാനോ തടങ്കലിടാനോ പാടില്ല. അതിന് വ്യക്തമായിട്ടുള്ള കാരണം അവിടെ ഉണ്ടാവണം. എന്നിവ ഇതൊക്കെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ ഉൾപ്പെടുന്നു. Right to freedom is very important in a democratic state. The above mentioned fundamental rights helped in empowering the democratic culture in India. At the same time, all these are subject to restrictions. They cannot be enjoyed in such a way to cause the threat, unity and peaceful atmosphere of a country. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ അവകാശങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ രാജ്യത്തിൻ്റെ സമാധാന അന്തരീക്ഷത്തിന് ഭീഷണി ഉണ്ടാകുന്ന തരത്തിൽ ഇവയൊന്നും ദുരുപയോഗം ചെയ്യാൻ പാടുള്ളതല്ല. അപ്പം അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ജനാധിപത്യ സംസ്കാരത്തെ ശക്തിപ്പെടുത്തുന്നു, വിലയിരുത്തുക. തീർച്ചയായിട്ടും അല്ലേ, നമ്മുടെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നമ്മളുടെ ജനാധിപത്യ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നുണ്ട്. അവകാശം ജനാധിപത്യ സംസ്കാരത്തിന് ശക്തിപ്പെടുത്തുന്ന ഒന്നാണ്. അത് നമ്മളൊന്ന് നോട്ട് ചെയ്ത് എഴുതണം. കുറച്ച് പോയിൻറ്റ്സ്. ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശമാണ് നമുക്ക് ഇനി അടുത്തത് പഠിക്കാനുള്ളത്. റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്നാണ്. ഒബ്സർവ് ദി പിക്ചർ. അവിടെ ഒരു പിക്ചർ കൊടുത്തിരിക്കുന്നല്ലേ, കൊച്ചു കുട്ടികൾ അതായത് എന്താ ചെയ്യുന്നത്, ഈ കല്ല് പൊട്ടിക്കുന്ന ചിത്രമാണ്. അടുത്തൊരു തീപ്പെട്ടി കമ്പനി ആണെന്ന് തോന്നുന്നു, അവിടെ ജോലി ചെയ്യുന്നതാണ് കൊടുത്തിരിക്കുന്നത്. ഇൻ ഇന്ത്യ there exist different types of exploitation including child labor.
We can see economic exploitation similar to slavery around us. The right against exploitation is concerned with the prohibition of this type of exploitation and equip the individuals for leading a dignified life. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇതുപോലെ പല തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അടിമത്തത്തിന് സമാനമായ സാമ്പത്തിക ചൂഷണങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ നിരോധിക്കുന്നതിനും അന്തസ്സുള്ള ജീവിതം നയിക്കുവാനും പ്രാപ്തരാക്കുന്നതിനും വേണ്ടിയുള്ള അവകാശമാണ് ചൂഷണത്തിന് എതിരായുള്ള അവകാശം. ഈ അവകാശപ്രകാരം എന്തൊക്കെയാണ് ഉറപ്പ് നൽകുന്നത്? ഫോഴ്സ്ഡ് ലേബർ ആൻഡ് ട്രാഫിക്കിംഗ് ഹ്യൂമൻ ബീങ്സ് ആർ പ്രൊഹിബിറ്റഡ്. അപ്പം ആ നിയമപ്രകാരം നിർബന്ധിത തൊഴിൽ, മനുഷ്യ കച്ചവടം, ഹ്യൂമൻ ട്രാഫിക്കിംഗ്, മനുഷ്യ കച്ചവടം എന്നിവ നിരോധിച്ചിരിക്കുന്നു. പിന്നീട് രണ്ടാമത്തെ പോയിൻ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് എംപ്ലോയ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ഫാക്ടറീസ് ആൻഡ് അതർ ഡേഞ്ചറസ് സെക്ഷൻസ് ആർ ഫോർബിഡൻ. അതായത് വ്യവസായശാലകളിലും മറ്റ് അപകടകരമായ മേഖലകളിലും കുട്ടികളെ ജോലിക്ക് നിയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. നെക്സ്റ്റ് വൺ നമുക്ക് പഠിക്കാനുള്ളത് മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. നമ്മളുടെ ജവഹർലാൽ നെഹ്റുജിയുടെ വാക്കുകളോടെ ശ്രദ്ധിക്കുക. ദ ഗവൺമെൻറ് ഓഫ് എ കൺട്രി ലൈക്ക് ഇന്ത്യ വിത്ത് മെനി റിലീജിയൻസ് ക്യാൻ നെവർ ഫങ്ഷൻ ഇൻ ദ മോഡേൺ ഏജ് വിത്തൗട്ട് ഓറിയൻറ്റിംഗ് ടു സെക്യുലറിസം. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ബേസ്ഡ് ഓൺ സെക്യുലർ കൺസെപ്ഷൻ ആൻഡ് ഗിവ്സ് റിലീജിയസ് ഫ്രീഡം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെപ്പോലുള്ള ഒരു രാജ്യത്തെ ഗവൺമെൻറ്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്വത്തിൽ അധിഷ്ഠിതമായല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണെന്നാണ് ജവഹർലാൽ നെഹ്റു അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. Haven't you listened to the words of Jawaharlal Nehru, the architect of the modern India? Who is the architect of modern India? Nehru. Jawaharlal Nehru is the architect of modern India. നമ്മുടെ ആധുനിക ഇന്ത്യയുടെ ശില്പി ആരാണെന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. ഓർത്തിരിക്കുമല്ലോ. There is no official religion for India. Please note it, there is no official religion for India. ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതം ഇല്ല. ഒരു മതത്തെയും ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. എന്നാൽ മതസ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പ് നൽകുന്നു. There is no official religion for India. India does not promote any religion, but religious freedom is ensured by the കോൺസ്റ്റിറ്റ്യൂഷൻ. പക്ഷേ റിലീജിയസ് ഫ്രീഡം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷുർ ചെയ്യുന്നുണ്ട്. നമുക്ക് ഏത് മതത്തിൽ വിശ്വസിച്ച് വേണമെങ്കിലും ജീവിക്കാം. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ എൻഷുവേഴ്സ് ദി ഫോളോയിങ്. സ്വതന്ത്രമായി ഏത് മതത്തിലും വിശ്വസിക്കുവാനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുള്ള അവകാശം നമുക്ക് ഇന്ത്യയിൽ ഉണ്ട്. റൈറ്റ് ടു പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് എനി റിലീജിയൻ. വി ക്യാൻ നമുക്ക് സ്വതന്ത്രമായി ഏത് മതത്തിലും വിശ്വസിക്കാൻ സാധിക്കും. ആ മതത്തിൽ ആചരിക്കുവാനും സാധിക്കും. പിന്നീട് അത് പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശം നമുക്ക് ഉണ്ട്. പിന്നീട് മതവിഭാഗങ്ങൾക്ക് മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും ഉണ്ട്. ഫ്രീഡം ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ പർപ്പസ്. അപ്പോൾ റിലീജിയസ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ചാരിറ്റബിൾ പർപ്പസസിന് വേണ്ടിയിട്ടും നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള അവകാശം നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട്. റൈറ്റ് അഗെയിൻസ്റ്റ് ടാക്സേഷൻ ഫോർ പ്രൊമോട്ടിംഗ് എ പർട്ടിക്കുലർ റിലിജിയൻ. അതായത് പിന്നീട് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഏതെങ്കിലും പ്രത്യേക മതത്തിൻ്റെ പ്രോത്സാഹനത്തിന് വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരായ അവകാശവും കൂടി നമുക്ക് ഉണ്ട്. അതേസമയം ഗവൺമെൻറ് നടത്തുന്നതോ ഗവൺമെൻറ്റിൻ്റെ സഹായം സ്വീകരിക്കുന്നതോ ആയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്താനോ മതാചാരങ്ങൾ നിർബന്ധമാക്കാനോ പാടുള്ളതല്ല. അതായത് അറ്റ് ദ സെയിം ടൈം റിലീജിയസ് ഇൻസ്ട്രക്ഷൻ in any educational institution wholly maintained by the state or receiving aid from the state is prohibited. അപ്പം സ്റ്റേറ്റിൻ്റെ കീഴിലുള്ളതോ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ എയ്ഡ് ലഭിക്കുന്നതുമായിട്ടോ ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപഠനങ്ങളൊന്നും നടത്താനായിട്ടുള്ള അവകാശം ഇല്ല. The religious instruction in any education institution wholly maintained by the state or receiving aid from the state is prohibited. ഗവൺമെൻറ് നടത്തുന്നതോ ഗവൺമെൻറ്റിൻ്റെ സഹായം സ്വീകരിക്കുന്നതോ ആയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്താനോ മതാചാരങ്ങൾ നിർബന്ധമാക്കുവാനോ പാടുള്ളതല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മതേതരത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് എങ്ങനെ? ചർച്ച ചെയ്യുക. നിങ്ങൾ തനിയൊരു നോട്ട്
പ്രിപ്പയർ ചെയ്യുക അതിന് വേണ്ടിയിട്ട്. ഹൗ ഡസ് ദി റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ പ്രൊമോട്ട് സെക്യുലാരിസം? ഡിസ്കസ് അല്ലേ, എന്താണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ സെക്യുലാരിസത്തെ പ്രൊമോട്ട് ചെയ്യുക തന്നെ ചെയ്യും. അതിനെക്കുറിച്ചിട്ട് ചെറിയൊരു കുറിപ്പ് നിങ്ങളുടേതായ കണ്ടെത്തലുകൾ എഴുതുക. ദെൻ നെക്സ്റ്റ് വൺ പഠിക്കാനുള്ളത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശങ്ങൾ. അവിടെ ഒരു കൊളാഷ് കൊടുത്തിട്ടുണ്ട്. 10 എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ കൺട്രി ഹാവ് ഗോട്ട് മൈനോറിറ്റി സ്റ്റാറ്റസ്. Then 3 crore rupees sanctioned for establishing an academy for the revival of the കൊങ്കണി ലാംഗ്വേജ്. അങ്ങനെ 2 കൊലാഷ് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് നോക്കാമോ? റീഡ് ദി ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ് റിലേറ്റഡ് ടു ദ റൈറ്റ്സ് ഓഫ് ദ മൈനോറിറ്റി സെക്ഷൻസ്. അപ്പോൾ മൈനോറിറ്റി സെക്ഷൻസിന് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പത്രവാർത്തയാണത്. ഇന്ത്യ വൈവിധ്യങ്ങളുടെ ഒരു നാടാണെന്ന് നമുക്കറിയാം അല്ലേ. ഇന്ത്യ ഈസ് എ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി. ഇറ്റ് ഈസ് ഇന്നവിറ്റബിൾ ടു റെക്കഗ്നൈസ് ആൻഡ് റെസ്പെക്ട് ദി ഡൈവേഴ്സിറ്റി ഫോർ മെയിൻറ്റെയിനിങ് ദ യൂണിറ്റി ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി കൺട്രി. അതായത് നമ്മളുടെ വൈവിധ്യങ്ങളെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത് രാജ്യത്തിൻ്റെ ഐക്യത്തിന് പുരോഗതിക്കും അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഇതൊന്നും നമുക്ക് ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇനി അതുകൂടാതെ ഹെൻസ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ gives prime consideration for the protection of minority interest. Cultural and educational rights has been included in the constitution for the protection of the interest of the minority sections according to this the following aspect. അതെന്താണെന്ന് പിന്നെ നോക്കാം. അപ്പോൾ ഇതിപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിനും വൈവിധ്യങ്ങളെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ താൽപ്പര്യ സംരക്ഷണത്തിന് നമ്മുടെ ഭരണഘടന മുഖ്യ പരിഗണന നൽകുന്നുണ്ട്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതനുസരിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് ചില കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നു. അവ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, പ്രൊട്ടക്ഷൻ ഓഫ് ദെയർ ലാംഗ്വേജ്, സ്ക്രിപ്റ്റ് ആൻഡ് കൾച്ചർ. എന്താണെന്ന് വെച്ചാൽ അവരുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം. പിന്നീട് റിലീജിയസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് ഹാവ് ദ റൈറ്റ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ദെയർ ചോയ്സ്. അതായത് മതഭാഷ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശവും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം രാജ്യത്തിൻ്റെ സാംസ്കാരിക പുരോഗതിയെ സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ള ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരം കാണുവാനായിട്ടുള്ള അവകാശം. അതായത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലേ. ഹാവിൻ യു അണ്ടർസ്റ്റുഡ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്താണെന്ന് മനസ്സിലായല്ലോ നമുക്ക്. ഹാവിൻ യു നോട്ടീസ് ദ സിറ്റുവേഷൻ ഓഫ് വയലേഷൻ ഓഫ് എനി ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമുക്ക് നിഷേധിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു അവസരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രപ്പോസസ് റെമഡിയൽ മെഷേഴ്സ് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ വയലേറ്റഡ്. അപ്പോൾ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലികാവകാശങ്ങൾ എപ്പോഴെങ്കിലും നിഷേധിക്കപ്പെട്ടാൽ അവ പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങളും ഭരണഘടന തന്നെ നിർദ്ദേശിക്കുന്നുണ്ട്. This is known as the right to constitutional remedies. The Constitution proposes certain remedial measures if the fundamental rights are violated. This is known as right to constitutional remedies. As per this right, ഈ അവകാശ പ്രകാരം, if the fundamental rights are violated, an individual can approach either the Supreme Court or the High Court for enforcing them. നമ്മുടെ മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടെന്ന് കാണുകയാണെങ്കിൽ നമുക്ക് ഹൈക്കോർട്ടിനെയോ സുപ്രീം കോർട്ടിനെയോ സമീപിക്കാം. The orders issued by the respective courts for the enforcement of the fundamental rights are known as writ. അപ്പം നമ്മൾ പറഞ്ഞു, ഒരു വ്യക്തിക്ക് മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ നേരിട്ട് സമീപിക്കാനായിട്ടുള്ള അവകാശമുണ്ട്. ഇപ്രകാരം മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെയാണ് നമ്മൾ റിട്ട് എന്ന് പറയുന്നത്. ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശത്തെക്കുറിച്ച് ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ വാക്കുകൾ നമുക്കൊന്ന് നോക്കാം. ഇഫ് ഇറ്റ് വാസ് ആസ്ക്ഡ് അബൌട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻ ഓഫ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ, മൈ ആൻസർ ഈസ് ദി റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഇറ്റ് ഈസ് ദ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് അദ്ദേഹത്തോട് ചോദിച്ചാൽ
അദ്ദേഹം പറയുന്നത് എൻ്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും ആണ്. ഇനിയിപ്പോൾ നമ്മൾ റിട്ട് എന്ന് പറഞ്ഞു അല്ലേ, എന്താണ് ഈ റിട്ടുകളെന്ന് നോക്കാം. മൗലിക അവകാശ സംരക്ഷണത്തിനായി 5 തരത്തിലുള്ള റിട്ട് പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും അവകാശമുണ്ട്. അവയാണ് ഹേബിയസ് കോർപ്പസ് റിട്ട്, മാൻഡമസ്, കോ വാറൻഡോ, സെർഷാരിയോ, ദെൻ പ്രൊഹിബിഷൻ എന്നിവയാണ് ആ റിട്ടുകളെന്ന് പറയുന്നത്. അപ്പം ഹേബിയസ് കോർപ്പസ് എന്ന് വെച്ചാൽ നമ്മൾ അത് ആളെ തന്നെ നേരിട്ട് കൊണ്ട് സമർപ്പിക്കുക, അങ്ങനെയുള്ളതാണ് ഹേബിയസ് കോർപ്പസ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ മാൻഡമസ്, കോ വാറൻഡോ, ദെൻ കൊറേഷ്യാരിയോ ആൻഡ് പ്രൊഹിബിഷൻ റിട്ടുകൾ ഉണ്ട്. ദെൻ അതെന്താണെന്ന് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെങ്കിൽ ഇപ്പം നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്കത് പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. These words make us understand the importance and relevance of the right to constitutional remedies. അപ്പം നമ്മുടെ ഡോക്ടർ അംബേദ്കർ പറഞ്ഞ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിന് നമ്മുടെ ഭരണഘടനയിൽ എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഇനി നിങ്ങൾക്കുള്ളൊരു വർക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് റിക്കളക്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനുള്ള ഉത്തരങ്ങൾ അപ്പം തന്നെ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഫസ്റ്റ് വൺ കൊടുത്തിരിക്കുന്നത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഏതിൽ പെടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ മൗലിക അവകാശത്തിൽ ഏതിൽ പെടും? റൈറ്റ് ടു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും റൈറ്റ് ടു ഫ്രീഡത്തിൽ ഉൾപ്പെടുന്നതാണ്. ദെൻ റൈറ്റ് ടു ഫോം അസോസിയേഷൻ, അതും റൈറ്റ് ടു ഫ്രീഡത്തിൽ പെടുന്നതാണ്. റൈറ്റ് ടു പ്രൊട്ടക്റ്റ് ലാംഗ്വേജ്, അല്ലേ, ലാംഗ്വേജ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഏതിൽ വരും? കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. ദെൻ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ആർബിറ്ററി അറസ്റ്റ് പ്രൊട്ടക്ഷൻ അതിനെതിരെയുള്ള പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് റൈറ്റ് ടു ഫ്രീഡത്തിൽ വരുന്നതാണ്. അതായത് അന്യായമായ അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണം എന്ന് പറയുന്നത് റൈറ്റ് ടു ഫ്രീഡത്തിൽ വരുന്നതാണ്. റൈറ്റ് ടു അപ്രോച്ച് ദ കോർട്ട് ഇഫ് ഇക്വാലിറ്റി ഈസ് നെഗേറ്റഡ്. അപ്പം നമ്മളുടെ സമത്വത്തിനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് കോടതിയെ സമീപിക്കാം. അത് ഏതിൽ പെടും? റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ദെൻ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം എൻഗേജിങ് ഇൻ ഡേഞ്ചറസ് ജോബ് സിറ്റുവേഷൻ, അത് ചിൽഡ്രൻ ഫ്രം എൻഗേജിങ് ഇൻ ഡേഞ്ചറസ് ജോബ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനിൽ പെടുന്നതാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ലുക്ക് അറ്റ് ദി കൊളാഷ് ഗീവൺ ബിലോ. Which are the areas mentioned in the collage? Action plan for plastic waste management, government declared rebate for khadi product. Then pan masala prohibited. Action waste management എന്ന് പറയുന്നത് നമ്മുടെ എൻവിറോൺമെൻറ്റ് പ്രൊട്ടക്ഷനിൽ പെട്ടാണ് ഡിക്ലെയർഡ് ഖാദി പ്രോഡക്റ്റ് റിബേറ്റ് കൊടുത്ത് സബ്സിഡി കൊടുത്തിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ വെൽഫെയർ, ജനങ്ങളുടെ വെൽഫെയർ ഉദ്ദേശിച്ചാണ്. അതുപോലെ തന്നെ പാൻ മസാല പ്രൊഹിബിഷനും. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡയറക്ട്സ് സെൻട്രൽ ആൻഡ് ദി സ്റ്റേറ്റ് ഗവൺമെൻറ് ടു ഓർഗനൈസ് ആൻഡ് ഇംപ്ലിമെൻറ്റ് പ്രോഗ്രാംസ് ലൈക്ക് ദ അബവ് കീപ്പിംഗ് ദ പബ്ലിക് വെൽഫെയർ ഇൻ മൈൻഡ്. ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ ഗവൺമെൻറ് ആവിഷ്കരിച്ചിരിക്കുന്നത് ജനക്ഷേമം മുൻനിർത്തിയാണ്. അത് ഭരണഘടന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരം നിർദ്ദേശങ്ങൾ ഭരണഘടനയുടെ 4-ാം ഭാഗത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അത് നിർദ്ദേശക തത്വങ്ങൾ എന്ന പേരിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ പാർട്ട് 4-ലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോഷ്യോ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ പ്രോഗ്രാംസ് വിച്ച് ആർ ഹെൽപ്ഫുൾ ഫോർ ദ ക്രിയേഷൻ ഓഫ് വെൽഫെയർ സ്റ്റേറ്റ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. അപ്പം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാകുന്ന സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ പരിപാടികളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പേര് പറയുന്നത് പോലെ തന്നെ ഇവയെല്ലാം ഒരു നിർദ്ദേശങ്ങളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നയരൂപീകരണ വേളയിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണ് ഈ പറയുന്നവ. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്താൻ സാധിക്കാതിരിക്കുന്ന ചില അവകാശങ്ങളും നിർദ്ദേശക തത്വത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിർദ്ദേശക തത്വങ്ങൾ സംരക്ഷിച്ച് കിട്ടുന്നതിന് കോടതിയെ സമീപിക്കാൻ നമുക്ക് സാധിക്കില്ല. നമുക്ക് മൗലിക അവകാശങ്ങൾ നിഷേധിച്ചാൽ നമുക്ക് കോടതിയെ സമീപിക്കാം. പക്ഷേ നമുക്ക് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ലഭ്യമാകുന്നില്ലെങ്കിൽ, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ലഭിക്കുന്നില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനുള്ള പ്രൊവിഷൻ ഇല്ല. ദർ ഇസ് നോ പ്രൊവിഷൻ ടു അപ്രോച്ച് ദി കോർട്ട് ഫോർ ദി എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ദി
ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഇനി ഗാന്ധിജിയുടെ ചില ഐഡിയാസൊക്കെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓർഗനൈസേഷൻ ഓഫ് ഗ്രാമപഞ്ചായത്ത്, പ്രൊമോഷൻ ഓഫ് കോട്ടേജ് ഇൻഡസ്ട്രീസ്, പ്രൊഹിബിഷൻ ഓഫ് ഇൻടോക്സിക്കേഷൻ സബ്സ്റ്റൻസസ്. ദർ ഈസ് എൻ ഇൻഡിവിസിബിൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും തമ്മിൽ നമുക്ക് ഒരു അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. അതായത് മൗലിക അവകാശങ്ങൾ പൂർണ്ണമായ അർത്ഥത്തിൽ സാക്ഷാത്കരിക്കണമെങ്കിൽ നിർദ്ദേശ തത്വങ്ങൾ കൂടി നടപ്പിലാക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാനും മെച്ചപ്പെടുത്തുവാനും സഹായകമായ മാനദണ്ഡങ്ങൾ എന്ന നിലയിൽ നിർദ്ദേശക തത്വങ്ങളുടെ പ്രധാനം ആർക്കും നിഷേധിക്കാൻ സാധിക്കുന്നത് അല്ല. No one can deny the importance of the directive principles as a criterion which helped in the evaluation and betterment of the government activities. Then ഇനി കൊടുത്തിരിക്കുന്ന ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൻ്റെ ഒരു ചെക്ക് ലിസ്റ്റാണ്. അവിടെ ഐ സ്റ്റാൻഡ് അപ്പ് വൈൽ ദി നാഷണൽ ആന്തം ഈസ് ബീങ് സങ്. നാഷണൽ ആന്തം പാടുമ്പോൾ ഞാൻ എഴുന്നേറ്റ് നിൽക്കണം. അത് നമ്മുടെ ഡ്യൂട്ടിയിൽ പെടുന്നതാണ്. യെസ്, ഐ റിയലൈസ് ദി ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ്സ് ആർ ടു ബി പ്രൊട്ടക്റ്റഡ്. അതായത് നമ്മുടെ സാംസ്കാരിക പൈതൃക സ്വത്തുകളൊക്കെ, അതായത് ചരിത്ര സ്മാരകങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന തിരിച്ചറിവ് ഉണ്ട്. പിന്നീട് ജനങ്ങൾക്കിടയിൽ സൗഹാർദ്ദം വളർത്താനായിട്ട് ശ്രമിക്കാറുണ്ട്, അതും ആവശ്യമാണ്. യെസ്, ഐ ട്രൈ ടു ഫോസ്റ്റർ കോർഡിയാലിറ്റി എമംഗ് ദി പീപ്പിൾ. ഐ പ്രൊട്ടക്ട് ദി യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദി നേഷൻ. ഞാൻ എൻ്റെ രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാറുണ്ട്. പിന്നെ പരിസ്ഥിതി സംരക്ഷിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇതൊക്കെ നിർദ്ദേശക തത്വത്തിൽ വരുന്നതാണ്. ഐ ട്രൈ ടു പ്രൊട്ടക്റ്റ് മൈ എൻവിറോൺമെൻറ്റ്. സർട്ടൻ ഡ്യൂട്ടീസ് വിച്ച് വി ഹാവ് ടു പെർഫോം ആർ ഗിവൺ അബവ് ഇൻ ദി ചെക്ക് ലിസ്റ്റ്. അലോങ് വിത്ത് ദ എൻജോയ്മെൻറ്റ് ഓഫ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആർ ടു ബി പെർഫോംഡ്. അപ്പം നമ്മളുടെ അവകാശങ്ങൾ നമ്മൾ നേടിയെടുക്കുന്നത് പോലെ തന്നെ, മൗലിക അവകാശങ്ങൾ നേടിയെടുക്കുന്നത് പോലെ തന്നെ നമ്മളുടെ ഡ്യൂട്ടീസ് നമ്മൾ പെർഫോം ചെയ്യേണ്ടത് ആവശ്യമാണ്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദി പാർട്ട് 4A ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഭരണഘടനയുടെ പാർട്ട് 4A ഇത് കൊടുത്തിരിക്കുന്നത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. സർട്ടൻ ഡ്യൂട്ടീസ് ആർ ടു ബി പെർഫോംഡ് ബൈ ദ സിറ്റിസൺസ് ടുവേർഡ് ദ സ്റ്റേറ്റ് ടു പ്രൊട്ടക്ട് ദി യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദി നേഷൻ. അപ്പം നമ്മളുടെ രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിന് പൗരന്മാർ രാഷ്ട്രത്തോട് ചില കടമകൾ നിറവേറ്റേണ്ടത് ആവശ്യമാണ്. ഈ കടമകളാണ് മൗലിക കർത്തവ്യങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദീസ് ആർ നോൺ ആസ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. വെൻ ദ സ്റ്റേറ്റ് പ്രൊവൈഡ് എസ് റൈറ്റ് ആൻഡ് പ്രൊട്ടക്ഷൻ, ഇറ്റ് ഈസ് എ ഡ്യൂട്ടി ടു അബൈഡ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ടു ഡെവലപ്പ് കോർഡിയാലിറ്റി എമംഗ് ദ സിറ്റിസൺസ് ആൻഡ് ടു പ്രൊവൈഡ് ഹെൽപ്പ് ഫോർ ദി ബെറ്റർമെൻറ്റ് ഓഫ് ദി നേഷൻ. ഇനി നമുക്ക് നമ്മളുടെ അവകാശങ്ങളൊക്കെ രാഷ്ട്രം നമ്മൾ സംരക്ഷിക്കുന്നതും പ്രദാനം ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ച് ഭരണഘടനയെ പരിപാലിക്കേണ്ടതും പൗരന്മാർക്കിടയിൽ സൗഹാർദ്ദം വളർത്തേണ്ടതും പിന്നീട് രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് സഹായകമാകേണ്ടതുമൊക്കെ നമ്മുടെ ചുമതലയാണ്. ഇപ്രകാരം മൗലിക കർത്തവ്യങ്ങൾ നിറവേറ്റുന്നതിലുള്ള ഒരു മെച്ചപ്പെട്ട സമൂഹം നിർമ്മിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ചുരുക്കത്തിൽ മൗലിക കർത്തവ്യങ്ങൾ ഓരോ വ്യക്തിയും അവരവരോട് തന്നെ കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്വം തന്നെ ആണ്. In effect, the fundamental duties can be considered as the responsibilities which the individual has to perform towards themselves. Then അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഒക്കെയാണ്. ദേ ഹാവ് എ ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് ഓൺ ദി സർവൈവൽ ഓഫ് ദി നേഷൻ ആൻഡ് ദി സൊസൈറ്റി. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിനും സമൂഹത്തിൻ്റെ നന്മയ്ക്കുമൊക്കെ ഇത് വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. ത്രൂ ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ദി നേഷൻ ട്രൈ ടു എൻഷുർ മാക്സിമം ഫ്രീഡം ആൻഡ് പബ്ലിക് വെൽഫെയർ. ഇതിലൂടെയൊക്കെ മാക്സിമം ഫ്രീഡവും പബ്ലിക് വെൽഫെയറുമാണ് ഉദ്ദേശിക്കുന്നത്. Along with this, the duties which we have to perform towards the state are prescribed in the fundamental duties. അപ്പം ഇതിനോടൊപ്പം തന്നെ നമ്മൾ രാഷ്ട്രത്തോട് കാണിക്കേണ്ട ഡ്യൂട്ടീസും ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദ നേഷൻ ക്യാൻ അച്ചീവ് യൂണിറ്റി ആൻഡ് പ്രോഗ്രസ് ഓൺലി ത്രൂ എൻഷുറിംഗ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഇംപ്ലിമെൻറ്റിംഗ് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആൻഡ് ഫുൾഫില്ലിംഗ് ദി ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. അതായത് പറയുന്ന മൗലിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുകയും നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുകയും ജനങ്ങൾ മൗലിക കർത്തവ്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ രാഷ്ട്രത്തിന് ഐക്യവും പുരോഗതിയും കൈവരിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചിട്ട് അവകാശങ്ങളും കർത്തവ്യങ്ങളും പഠിച്ചു. നമ്മളുടെ ക്ഷേമ രാഷ്ട്രത്തിനുള്ള നിർദ്ദേശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പം ലാസ്റ്റ് ഞാനൊരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം നിങ്ങൾ നല്ലതുപോലെ ആൻസർ ചെയ്യുക. ക്ലാസ് നല്ലതുപോലെ ഒന്നും കൂടി കേൾക്കുക. മനസ്സിലായില്ലെങ്കിൽ താങ്ക് യു ഫോർ ലിസണിങ്.